വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ട്രീറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചായകൾ നിരനിരയായി വരുന്നു. അതിന് പിറകെ അവൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കൂടെ കഴിക്കാനാണ് പ്ലാൻ. നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ 4 പേരും കൂടെ എന്തൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ തുറന്നപ്പോൾ കണ്ടത് ആലു പൊറാത്തയാണ്. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുത്തെ ഫേമസ് സാധനം ആലു പൊറാത്ത. ഇതാകുമ്പോൾ 5 ദിർഹേ ഉള്ളൂ, എന്നാലും വലിയ മുതുക്ക് പീസ് കിട്ടും. അപ്പോൾ ഇതെടുത്ത് കഴിക്കണം. പിന്നെ പുട്ടുണ്ട്, പിന്നെന്താ ഇതെല്ലാം മാറ്റി മസാല ദോശയുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് നമ്മളെല്ലാം ഒരുമിച്ച് കഴിക്കാൻ, ഐ മീൻ 1 by 1 ആയിട്ട് എടുക്കാനായിരുന്നത്. പക്ഷേ മസാല ദോശ കണ്ടതോടുകൂടി എല്ലാവരുടെയും റിലേ പോയി ആദ്യമേ മസാല ദോശയിലിട്ട് അടി തുടങ്ങി. കണ്ടപ്പോൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല മസാല ദോശയായിരുന്നു. ഉള്ളിലൊക്കെ മറ്റേ മസാലയൊക്കെ അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സംഗീതം അവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ പുട്ട് ഒരു രക്ഷയില്ലാന്ന്. അങ്ങനെ നമ്മൾ പുട്ട് കഴിക്കാനുള്ള പ്ലാനാണെങ്കിൽ പുട്ട് അല്ല, ആക്ച്വലി അതിൻ്റെ കടലക്കറിയാണ് ഒരു രക്ഷയില്ലാത്ത സാധനം. എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ള ആളെ പരിചയപ്പെടുത്തരാം. ഇതാണ് ഇവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഇവള് തന്നെ പറയുന്ന ആ മനോഹരമായ രംഗം കണ്ട് ഒരു കോഫിയും കുടിച്ച് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ കാണാം. ബൈ. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ട്രീറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചായകൾ നിരനിരയായി വരുന്നു. അതിന് പിറകെ അവൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കൂടെ കഴിക്കാനാണ് പ്ലാൻ. നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ 4 പേരും കൂടെ എന്തൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ തുറന്നപ്പോൾ കണ്ടത് ആലു പൊറാത്തയാണ്. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുത്തെ ഫേമസ് സാധനം ആലു പൊറാത്ത. ഇതാകുമ്പോൾ 5 ദിർഹേ ഉള്ളൂ, എന്നാലും വലിയ മുതുക്ക് പീസ് കിട്ടും. അപ്പോൾ ഇതെടുത്ത് കഴിക്കണം. പിന്നെ പുട്ടുണ്ട്, പിന്നെന്താ ഇതെല്ലാം മാറ്റി മസാല ദോശയുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് നമ്മളെല്ലാം ഒരുമിച്ച് കഴിക്കാൻ, ഐ മീൻ 1 by 1 ആയിട്ട് എടുക്കാനായിരുന്നത്. പക്ഷേ മസാല ദോശ കണ്ടതോടുകൂടി എല്ലാവരുടെയും റിലേ പോയി ആദ്യമേ മസാല ദോശയിലിട്ട് അടി തുടങ്ങി. കണ്ടപ്പോൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല മസാല ദോശയായിരുന്നു. ഉള്ളിലൊക്കെ മറ്റേ മസാലയൊക്കെ അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സംഗീതം അവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ പുട്ട് ഒരു രക്ഷയില്ലാന്ന്. അങ്ങനെ നമ്മൾ പുട്ട് കഴിക്കാനുള്ള പ്ലാനാണെങ്കിൽ പുട്ട് അല്ല, ആക്ച്വലി അതിൻ്റെ